അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിൻ്റെ 11-ാമത്തെ ആയത്ത്, അതായത് ആ സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്ത്, അത് പറയുന്നത് ഇങ്ങനെയാണ്: വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു മനുഷ്യൻ്റെ അജലെത്തിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ മരണസമയം അടുത്തു കഴിഞ്ഞാൽ ഒരല്പം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഈ ഭൂലോകത്ത് പിന്നെ പിന്തിക്കുകയില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണിത്. ഇനി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളൊക്കെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദീർഘായുസിനെ ചോദിച്ച് ദുആ ചെയ്യുന്നവരല്ലേ നമ്മളൊക്കെ? എന്നാൽ ഒരു അല്പം പോലും പിന്തിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ ദീർഘായുസ് വർദ്ധിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തഫ്സീർ ഇബ്നു കസീറിൽ ഈ ആയത്തിൻ്റെ താഴെ ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നതായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വെച്ച് അവർ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അതിങ്ങനെയാണ് പറയുന്നത്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വെച്ചിട്ട് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്: ഇന്നല്ലാഹ ലാ യുഅഖിറു നഫ്സൻ ഇദാ ജാഅ അജലുഹ. ഒരു മനുഷ്യൻ്റെ അജലെത്തി കഴിഞ്ഞാൽ, മരണസമയമെടുത്താൽ ഒരല്പം പോലും അല്ലാഹു തആല അവനെ പിന്തിക്കുകയില്ല എന്ന് നബി തങ്ങൾ അവരോട് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പിന്നെ ഈ ആയുസ് വർദ്ധിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താ? അതവിടുന്ന് നബി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: അയ്യർസുഖല്ലാഹുൽ അബ്ദ ദുർരിയതൻ സാലിഹതൻ യദ്ഊന ലഹു ഫയൽഹഖുഹു ദുആഉഹും ഫീ ഖബ്രിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമയ്ക്ക് ഒരു സ്വാലിഹായ സന്താനങ്ങളെ നൽകുകയും ഇവന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് വേണ്ടി ആ മക്കൾ, ആ സ്വാലിഹീങ്ങളായ മക്കൾ, ഏതെങ്കിലും മക്കളല്ല, സ്വാലിഹീങ്ങളായിട്ടുള്ള അങ്ങനെ വളർന്ന ആ മക്കൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവരുടെ ദുആഇൻ്റെ പ്രതിഫലം അവരുടെ ഖബറിടത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുക. ഈ ഒരു സംഗതി, ഇതാണ് ഒരു മനുഷ്യൻ്റെ ദീർഘായുസ് വർദ്ധിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദീർഘായുസ് വർദ്ധിക്കൽ എങ്ങനെയാണ് എന്ന് തഫ്സീർ ഇബ്നു കസീറിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെ ഒരു ഹദീസിലൂടെയാണ്. അപ്പോൾ നമുക്കൊക്കെ ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ നമുക്കും സ്വാലിഹീങ്ങളായ മക്കൾ വേണം. മക്കളുണ്ടായാൽ പോരാ, അവർ സ്വാലിഹീങ്ങളാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തീർക്കട്ടെ.